ഹലോ 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 വരുന്നില്ലേ? ഹലോ 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 ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ ലോഡിങ്ങും വരുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡിന്റെ ഒരു കേസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരൊറ്റ ബീം കണ്ടീഷനാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുക. യു ഡി എല്ലും യു വി എല്ലും പോയിന്റ് ലോഡ്. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള 3 ലോഡുകൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വന്നാൽ എന്തുകൊണ്ട് ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് കാന്റിലിവറിനേക്കാൾ കുറച്ചും കൂടെ പാടായിട്ടുള്ളത്. ഓവർ ഹാങ്ങിങ്ങിന്റെ കേസിൽ നിങ്ങളുടെ സിലബസിലെ യു വി എല്ലിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഓവർ ഹാങ് എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഓവർ ഹാങ് എടുത്തേനെ. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് മൊമെന്റ്സും ഞാൻ എടുക്കുന്നില്ല. കോൺസെൻട്രേറ്റഡ് മൊമെന്റ്സ് നിങ്ങളുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. കോൺസെൻട്രേറ്റഡ് മൊമെന്റ്സ് വരുന്ന കേസ് എങ്ങനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് അതും ഞാൻ എടുക്കുന്നില്ല. ഈ 3 ലോഡിംഗ് കണ്ടീഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാനൊരു സിംപിൾ സപ്പോർട്ടഡ് ബീം വരയ്ക്കാം. അത്യാവശ്യം ഞാൻ ലെങ്തി വരയ്ക്കുകയാണ്, കാരണം എനിക്ക് എല്ലാ ലോഡും കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട്. ഒരു 10 മീറ്റർ. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു യു ഡി എൽ കൊടുത്തു. ഒരു 5 കിലോമീറ്റർ സ്ഥിരം കൊടുക്കുന്ന വാല്യൂ. ഒരു 4 മീറ്ററിൽ ഞാനത് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാനൊരു യു വി എൽ കൊടുത്തു. ഒരു 3 മീറ്ററിൽ, 3 ഉണ്ടാവും കുഴപ്പമില്ല. ഇവിടെ ഒരു 3 മീറ്റർ യു വി എൽ ഞാൻ എത്ര കൊടുക്കാം? 20, 3, 5 തന്നെ കൊടുക്കാം. 5 കിലോമീറ്റർ പെർ മീറ്ററിന്റെ ഒരു യു വി എൽ കൊടുത്തു. പിന്നെ ഞാനൊരു പോയിന്റ് ലോഡ് ഞാൻ എക്സാക്ട്ലി സെന്ററിൽ കൊടുക്കാം. 1.5 മീറ്റർ മാറി ഒരു പോയിന്റ് ലോഡ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ 25 കിലോമീറ്റർ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബീമിന്റെ SMD BMD ആണ് ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കുഴപ്പമില്ല. ഓക്കെ, സ്ട്രക്ചർ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഹൊറിസോണ്ടൽ ഫോഴ്സ് കമ്പോണൻസ് എല്ലാം 0 ആണ്. അപ്പോൾ HA will be equal to 0. ഫോഴ്സ് കമ്പോണൻസും കൂടെ ഒന്ന് ഓക്കെ. അപ്പോൾ ഞാനിനി വി, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. ഓക്കെ, വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു 25 പ്ലസ് 5 into 4 20 plus half into 5 into 3. ഇത് 5 വേണ്ട, ഞാൻ 4 ആക്കുകയാണ്, റൗണ്ട് ഫിഗർ കിട്ടട്ടെ. ഓക്കെ, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 3 25 പ്ലസ് 5 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 51 കിലോമീറ്റർ. ഓക്കെ, മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എ ഞാൻ എടുക്കുവാണ്. മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എ എടുക്കുമ്പോൾ യു ഡി എല്ലിൻ്റെത് 5 into 4 into 4/2. പോയിന്റ് ലോഡിൻ്റെത് 25 into 4 plus 1.5 5.5 പ്ലസ് യു വി എല്ലിൻ്റെത് ഏരിയ ഹാഫ് ഇൻറ്റു 4 into 3 ഇൻറ്റു 3/3.
L/3 ആണ് 3/3 പ്ലസ് 3 പ്ലസ് 4 മൈനസ് RB ഇൻറ്റു 10 ഈക്വൽ ടു 0. RB കിട്ടും, RA കിട്ടും. ഓക്കെ, 5 into 4 into 2 plus 2.5 into 4, 5.5, sorry 2.5, 5 into 4 into 2 plus 25 into 5.5 plus 0.5 into 4 into 3 area into 3 by 3 1 7 8 divided by 10 22 point. RB എന്ന് പറയുന്നത് 22.55 കിലോ ന്യൂട്ടൺ കിട്ടി. RA എന്ന് പറയുന്നത് 28.45 കിലോ ന്യൂട്ടൺ RA കിട്ടി. ഓക്കെ, RB RA കിട്ടി. HA എനിക്ക് ഓൾറെഡി അറിയാം. എനിക്കിനി ഡയറക്റ്റ്ലി SFD BMD വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് SFDയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. SFDയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എവിടെ തുടങ്ങണം? ലെഫ്റ്റിൽ തുടങ്ങണം, റൈറ്റിൽ തുടങ്ങണം? ലെഫ്റ്റിൽ തുടങ്ങിയാൽ ലെഫ്റ്റിൽ തുടങ്ങണം. ഓക്കെ, യുവിയിലുള്ള ലെഫ്റ്റിൽ തുടങ്ങണം. ഓക്കെ, ഇവിടെ നിന്ന് സെക്ഷൻ എടുക്കുമ്പോൾ A എന്ന് പറയുന്നത് മുകളിലോട്ട് Aയിൽ സെക്ഷൻ എടുത്താൽ 28.45 വന്ന് നിൽക്കും. 28.45. C എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്കും 28.45 മൈനസ് 5 into 4 അത് 8.45 വന്ന് നിൽക്കുക. ഓക്കെ, 8.45. 8 പോയിന്റ് ഇൻക്ലൈൻഡ് ലൈൻ ആയിട്ട് ഞാൻ വരയ്ക്കുന്നത് UDL ആയതുകൊണ്ട് ഇൻക്ലൈൻഡ് ലൈൻ y is equal to mx. ഓക്കെ, ഇവിടെ നിന്ന് അത് കോൺസ്റ്റന്റ് ആയിട്ട് പോകും. പിന്നെ അവിടെ ഫോഴ്സ് ഒന്നുമില്ല. ഇവിടെ പോയിന്റ് ലോഡ് വരുന്നു, അത് 25 താഴോട്ട് -25. അപ്പോൾ അത് 16.55 വന്ന് നിൽക്കും. 16.55. ഇവിടെ നിന്ന് അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ വരുന്നു. ഇനി അത് B എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് എത്രയാണെന്ന് ഞാൻ നോക്കണം. B എന്ന് പറയുന്ന പോയിന്റിൽ ഇത് എവിടെ ചെന്ന് മീറ്റ് ചെയ്യുമെന്ന് നോക്കണം. അപ്പൊ ഞാൻ ബിയിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് എടുക്കുവാണ്. 16.5 നിന്ന് 16.5 നിന്ന് ഞാൻ ഏരിയ അതും താഴോട്ടാണല്ലേ, അതും താഴോട്ടാണ്. അപ്പൊ 16.5 നിന്ന് ഞാൻ ഏരിയ അതിന്റെ കൂടെ ആഡ് ചെയ്യുവാണ്, താഴോട്ട് തന്നെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ 0.5 into 4 into 3 അപ്പോൾ 22.5 അത് വന്ന് നിൽക്കുക. ഓക്കെ, 22.5 എന്ന് പറയുന്ന ഒരു പോയിന്റിലായിരിക്കും വന്ന് നിൽക്കുക. പിന്നെ അവിടെ നിന്ന് B എന്ന് പറഞ്ഞ റിയാക്ഷൻ വരും, 0ലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ പാരബോളിക് നേച്ചറിൽ ഞാൻ ഇത് എങ്ങനെ വരയ്ക്കും എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കും. ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും വരയ്ക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എൻ്റെ റേറ്റ് ഓഫ് ലോഡിങ് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് ആയിരിക്കണം മാക്സിമം. ഇവിടുത്തെ സ്ലോപ്പ് ആയിരിക്കണം എനിക്ക് മാക്സിമം വരേണ്ടത്. മാക്സ് ഇവിടെ എൻ്റെ ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ലോപ്പ്. ഓക്കെ, അവിടെ 0 ആണ് റേറ്റ് ഓഫ് ലോഡിങ്. അപ്പോൾ തീറ്റ മിനിമം. ഓക്കെ, പോസിറ്റീവ് സോൺ, പോസിറ്റീവ്, നെഗറ്റീവ്, നെഗറ്റീവ്. ഓക്കെ, ക്ലിയർ ആണ്. SFD ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് അടുത്ത വരയ്ക്കേണ്ടത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, അതിന് മുന്നേ ഞാൻ ഇത് 1 ഡിഗ്രി 0 ഡിഗ്രി, ഇത് സെക്കൻഡ് ഡിഗ്രി. ഓക്കെ, ഇനി SFD അല്ല, സോറി, ഇനി BMD. ഹിഞ്ചിലെ മൊമെന്റ് എന്തായാലും എനിക്ക് 0 എന്നറിയാം, ഇവിടത്തെയും 0 എന്നറിയാം. ഓക്കെ, അപ്പൊ ഞാൻ C എന്ന് പറയുന്ന പോയിന്റ് ഞാൻ നോക്കുവാണ്. C എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ സെക്ഷൻ എടുക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ പേജിൽ എഴുതാം. MC എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ മൊമെന്റ് എടുക്കുവാണെങ്കിൽ RA into 4 മൈനസ് RA into 4 ഞാൻ പോസിറ്റീവ് എടുക്കുന്നത്, അതാണ് എൻ്റെ ക്ലോക്ക് വൈസ്. സിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ -5 into 4 into 4/2, 5 into 4 into 2 ഈക്വൽ ടു RA എത്രയായിരുന്നു? 28.45 into 4 മൈനസ് 5 into 4 into 2. അപ്പോൾ 73.8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെന്റ് ആണ് എനിക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, 73.8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെന്റ്. അപ്പൊ C എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് ഷിയർ ഫോഴ്സ് എനിക്ക് മാക്സിമം നിൽക്കുന്നത് A എന്ന് പറയുന്ന പോയിന്റിലാണ്. AC സ്പാനിനകത്ത് C എന്ന് പറയുന്ന പോയിന്റിലാണ് എന്റെ ഷിയർ ഫോഴ്സ് മിനിമം നിൽക്കുന്നത്. പക്ഷെ അവിടെ 0 ഒന്നുമല്ല. ഓക്കെ, അപ്പൊ പാരബോളിക് ആയിട്ട് ഞാൻ വരയ്ക്കും. ഇങ്ങനെ ഒരു പാരബോള ഞാൻ വരയ്ക്കും. ഓക്കെ, പാരബോളിക് ആയിട്ട് ഞാൻ വരയ്ക്കും. ഈ പോയിന്റിന്റെ വാല്യൂ എത്രയായിരുന്നു? 73.8.
73.8. ഓക്കെ, അപ്പോൾ ഞാൻ സ്ലോപ്പ് വരയ്ക്കാൻ നോക്കിയാൽ ഇവിടെയാണ് എൻ്റെ മാക്സിമം സ്ലോപ്പ് ഉണ്ടാവുക. ഇവിടെ തീറ്റ മിനിമം 0 അല്ല, കാരണം അവിടെ ഷിയർ ഫോഴ്സ് അവിടെ 0 ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ഡി എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ഡി എന്ന് പറയുന്ന പോയിന്റ്, ഡി എം ഡി, ഞാൻ സെക്ഷന്റെ ലെഫ്റ്റ് തന്നെ എടുക്കുവാണ്. 6 ഇൻറ്റു 5.5, 6 ഇൻറ്റു 5.5 മൈനസ് 5 ഇൻറ്റു 4 ഇൻറ്റു 4/2 പ്ലസ് 4/2 പ്ലസ് 1.5, 4/2 പ്ലസ് 1.5. ഓക്കെ, 28.45 ഇൻറ്റു 5.5 മൈനസ് 5 ഇൻറ്റു 4 ഇൻറ്റു 2 പ്ലസ് 1.5, 8.5, 86.47, 86.475 കിലോമീറ്റർ മീറ്ററിനാണ് കിട്ടുന്നത് ഡി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു പോയിന്റ് ലോഡിന്റെ സിനാരിയോ ആയതുകൊണ്ട് ഞാനിതെങ്ങനെ വരയ്ക്കും? യു ഡി എൽ ആണെങ്കിൽ എനിക്ക് പാരബോള, പോയിന്റ് ലോഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ സോണിൽ എങ്ങനെയായിരിക്കും മൊമെന്റ്? സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും, ഇൻക്ലൈൻഡ് ലൈൻ ആയിട്ടായിരിക്കും. സോറി, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇത്രയായിരുന്നു 83.86 പോയിന്റ്. ഓക്കെ, ഇത് ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ തോന്നൂല. 86.47, 86.47. ഓക്കെ, ഞാനത് ഇവിടെ എഴുതി പോവാം. സെക്കൻഡ് ഡിഗ്രി 1 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത എം ഇ എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് ആണ് ഞാൻ അടുത്ത കണ്ടുപിടിക്കാൻ നോക്കുന്നത്. എം ഇ, എനിക്ക് സെക്ഷന്റെ റൈറ്റിലോട്ട് എടുക്കാം, പക്ഷെ ഞാൻ ലെഫ്റ്റ് എടുത്ത് തന്നെ പോവാണ് ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. 6 ഇൻറ്റു 7 മൈനസ് 5 ഇൻറ്റു 4 ഇൻറ്റു 4/2 പ്ലസ് 3, 4/2 പ്ലസ് 3 മൈനസ് 25 ഇൻറ്റു 1.5, 25 ഇൻറ്റു 1.5, 28.45 ഇൻറ്റു 7 minus 5 into 4 into 2 plus 3, 5 minus 25 into 1.5, 61.65 എന്ന് വരും. 16 പോസിറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്, 61.65. അപ്പോൾ 86ൽ നിന്ന് അത് 61.65ലേക്ക് വരും, 61.65ലേക്ക് വരും. ഓക്കെ, 61.65ലേക്ക് വരും. എന്നിട്ട് ഞാൻ ഫർദർ ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ ഞാൻ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ വാല്യൂ ആയിരുന്നു RB 22.55 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഫർദർ ഇ നിന്നും ബി യിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു UVL ആണ്, ഒരു 3rd ഡിഗ്രി പാരബോളയാണ് എനിക്ക് കിട്ടേണ്ടത്. ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ്, ഞാൻ ഇൻക്ലൈൻഡ് ലൈൻ ആണ്, ഞാൻ അത് മാർക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഓക്കെ. ഇനി ഇയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ നാച്ചുറലി മൊമെന്റ് 0 ആണ്. എനിക്ക് 0യിലേക്ക് ഇത് കണക്ട് ചെയ്താൽ മതി. ഇത് പാരബോളിക് ആയിട്ട് ഞാൻ കണക്ട് ചെയ്യണം. ഇത് ഞാൻ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോൾ ഷിയർ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോഴത്തേക്കും എനിക്ക് പീക്കായിട്ട് നിൽക്കുന്നത് ബി എന്ന് പറയുന്ന സൈഡിലാണ് ഷിയർ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. പക്ഷേ ഇ എന്ന് പറയുന്ന അവിടെയും ഷിയർ ഫോഴ്സ് മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു മാഗ്നിറ്റ്യൂഡിൽ തന്നെ നിൽപ്പുണ്ട് ഷിയർ ഫോഴ്സ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരിടത്തും ഷിയർ ഫോഴ്സ് 0 ക്രോസ് ചെയ്യുന്നില്ല. ഒരിടത്തും 0 ക്രോസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് എനിക്ക് പാരബോളനെ ഇടയ്ക്കുന്നൊന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഞാൻ പാരബോളനെ സിമ്പിൾ ആയിട്ട് ഒരു പാരബോളനെ ഇങ്ങനെ വരയ്ക്കും. പാരബോളനെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ സ്ലോപ്പ് ഞാൻ തീറ്റ മാക്സ് കാണിക്കും. ഇവിടെ ഞാനൊരു സ്ലോപ്പ്, ഒരു ടാൻജന്റ് വരച്ചാൽ അത് തീറ്റ മിനിമം കാണിക്കും. ആ ഒരു സ്പാനിൽ ഏറ്റവും മിനിമം ഇ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ അത് 0 അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തീറ്റ മിനിമം കാണിക്കും. ഇത് ഒരു 3rd ഡിഗ്രി പാരബോളയാണ്. എൻ്റെ കംപ്ലീറ്റ് ഫിഗറിനകത്ത് പോസിറ്റീവ് ആണ്, സാഗിങ് ആണ് കംപ്ലീറ്റ്ലി ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കുക. അപ്പോൾ സാഗിങ് പ്രൊഫൈലാണ് കംപ്ലീറ്റ്ലി ഇവിടെ ഉണ്ടാവുക.
ഓക്കെ, അപ്പോൾ ഒരു ചാർജിങ് പ്രൊഫൈൽ പോസിറ്റീവ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും അതിന്റെ BMD വരിക. ഓക്കെ, BFD ഇവിടെ കോൺട്രാഫ്ലക്ഷൻ പോയിന്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. കോൺട്രാഫ്ലക്ഷൻ പോയിന്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യുക ഓവർഹാങ് ബീമിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു BMD വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ലെസൺ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. SFD BMD കംപ്ലീറ്റ്ലി ഞാൻ ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുക. ഇനി അടുത്ത ഞാൻ മൊഡ്യൂൾ 4ലേക്കാണ് പോകുന്നത്. മൊഡ്യൂൾ 4ന്റെ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. പ്രോബ്ലം മൊഡ്യൂൾ 4 തീരുമ്പോൾ തന്നെ ചെയ്തു പോവാം. പ്രോബ്ലം ഏതെങ്കിലും ഒരു ടൈപ്പ് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. തിയറി എല്ലാം പറഞ്ഞിട്ട് പ്രോബ്ലം ഏതെങ്കിലും ഒരു ടൈപ്പിലേക്ക് ഞാൻ അതിന് ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കേട്ടുമുണ്ടാം.